ഇനി അത് കണ്ടന്റ് വീഡിയോന്റെ ഒപ്പം കുറച്ച് വ്ലോഗും കൂടി ആയാല എന്നത് ശുഭകരമായിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ചിലർക്ക് ചെറുപ്പം മുതലേ ഭക്തി കൂടുതലായിരിക്കുള്ളൂ, ചിലർക്ക് അത് ഇടക്ക് വെച്ച് കിട്ടുന്നതാണ്. എനിക്കത് ഇടക്ക് വെച്ച് കിട്ടിയതാണ്. എന്ന് വെച്ചാൽ ഭക്തി ഉണ്ടായിരുന്നില്ല എന്നല്ലേട്ടാ ഈ ഒരു അമ്പലവാസം. ഇന്ന് വരെ ഞാൻ ഒരാളിലേക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കോ 100% ഇൻപുട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങിയത് എന്നെ ഒരു ഭക്തനാക്കി മാറ്റി. മുമ്പ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആംബുലൻസ് കണ്ടാൽ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ ഒരു കല്ലിൽ ചന്ദനം പൂശക്കാൻ ഉണ്ടായിരുന്നല്ല അപ്പൊ അവിടെ നിന്നതുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലൈഫിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ ഓർക്കാൻ ചെയ്യുന്നതാണ്. അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന വഴി എന്താണോ അതാണ് പിന്നീട് നമ്മുടെ ഭാവി ലൈഫ് സ്റ്റൈലൊക്കെ തീരുമാനിക്കുന്നത്. ഹെഡ് ബ്രേക്ക് ആ സാധനം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എന്നാൽ അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് അത് നമ്മളെ തീരുമാനിക്കണത്. ജസ്റ്റ് ലൈക്ക് ഐ ചൂസ് മീ ഓവർ എവറിത്തിങ്. സ്വയം ഒന്ന് നന്നായാൽ മതി. ഞാൻ നോക്കിയിട്ട് നന്നാവാൻ സിമ്പിളാണ്, നശിക്കാനാ പാട്. വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇതൊക്കെ നമ്മളെ ആശ്രയിച്ച് പറഞ്ഞ പോലെ പോയത് പോയി, വരാനുള്ളത് വരും. പക്ഷെ ശരിക്കും ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതിലല്ലേ കാര്യം. എവ്രി വൺ ആർ ലൈക്ക് ക്ലൗഡ്സ്. ചിലതൊന്നും നിന്നിട്ട് പാറിപ്പോകും, ചിലതൊന്നും ഇടിച്ചു കുത്തി പെയ്ത് നമ്മളെ നനച്ചിട്ട് പോകും. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഒരു കൊട നമ്മുടെ കയ്യിലങ്ങ് കരുതിയേക്കാം.